കർത്താവിൽ സ്നേഹവന്ദനം. ഇന്ന് നമ്മുടെ തമ്പുരാൻ്റെ യെരൂശലേം പട്ടണത്തിലേക്കുള്ള മഹത്വ പ്രവേശനത്തിൻ്റെ ഓശാന പെരുന്നാളിൻ്റെ ഓർമ്മ ദിവസമാണല്ലോ. നമുക്കും നമ്മുടെ തമ്പുരാനെ പാടി പുകഴ്ത്തിക്കൊണ്ട് ഓശാന പാടാം. നാഥന് വേണ്ടി നമുക്ക് ഓശാന പാടാൻ കഴിഞ്ഞില്ലെങ്കിൽ വഴിയിലെ കല്ലുകളിൽ നിന്ന് അബ്രഹാമിൻ്റെ തലമുറയെ ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുമെന്ന നാഥൻ്റെ വചനം നമ്മുടെ ചെവികളിൽ മുഴങ്ങിക്കേൾക്കണം. നമ്മൾ പാടിയേ മതിയാകൂ. നമ്മുടെ തമ്പുരാന് ഓശാന. ദൈവത്തിൻ്റെ താഴ്മയുടെ അടയാളമാണ് മഹത്വ പ്രവേശനത്തിലൂടെ നമുക്ക് കാണുവാൻ പറ്റുന്നത്. ഈ ലോകത്തിൽ എളിമപ്പെടുന്നിടത്തെല്ലാം നമുക്ക് ഏറ്റവും വലിയ ഉയർച്ച ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കും എന്നുള്ളത് പലപ്പോഴും പലരും കരുതുന്നത് കഴുതപ്പുറത്തേറിയ ക്രിസ്തു ഏറ്റവും നിന്ദ്യമായ രീതിയിൽ അധപ്പതിച്ചു പോയി എന്നുള്ളിടത്ത് നിന്ന് നമ്മുടെ മുൻപിലേക്ക് മഹത്വവാനായിരിക്കുന്ന സൃഷ്ടാവിൻ്റെ അതിമഹത്തായിരിക്കുന്ന ഒരു ഉയർപ്പിൻ്റെ സൂചനയായി നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ഈ ഒരു മാറ്റം നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകട്ടെ. എളിമപ്പെടുവാൻ, ആ എളിമപ്പെടലിലൂടെ ദൈവം നമ്മെ ഉയർത്തുവാനും ദൈവിക കൃപയുടെ അനുഭവം ഉണ്ടാകുവാനും ഓശാന പെരുന്നാളിൽ നമുക്കും ദൈവത്തെ സ്തുതിക്കാം. ദാവീദ് പുത്രന് ഓശാന. ദൈവകൃപയിൽ ജിൽസച്ചൻ.